ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് വരെ ജൂപ്പാൻ ദൈവം നൽകിയ ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഞാൻ കുര്യൻ എം ചാക്കോ. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് മനുഷ്യൻ്റെ ചിന്തയ്ക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ചുള്ളതാണ്. കിഴക്ക് നോക്കി പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം കിഴക്കാണിരിക്കുന്നത്. മുകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം മുകളിലും. ഒരു കൂട്ടർക്ക് ദൈവം പള്ളിയിലിരിക്കുമ്പോൾ മറുകൂട്ടത്തിന് ദൈവം അമ്പലത്തിലാണുള്ളത്. ചിലർക്ക് മലമുകളിലെ ദൈവത്തെയാണ് ഇഷ്ടം, മറ്റു ചിലർക്ക് താഴ്വരയിലെ ദൈവത്തോടാണ് താല്പര്യം. ഒരു കൂട്ടർക്ക് യെരൂശലേമിൽ ദൈവം ഇരിക്കുമ്പോൾ വേറൊരു കൂട്ടർക്ക് മക്കയിലാണ് സാക്ഷാത്കാരം. ഇങ്ങനെ സമൂഹം വ്യത്യസ്തതയുള്ളതാകയാൽ അവരുടെ ചിന്താഗതികളും വ്യത്യസ്തമാണ്. യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾ ശ്രദ്ധിച്ചാൽ ദൈവം മനുഷ്യനിൽ നിന്ന് വളരെ അകന്നു നിൽക്കുന്നവനായിട്ടല്ല, മറിച്ച് പാപിയായ മനുഷ്യനെ അന്വേഷിച്ച് കണ്ടെത്തി കൈപിടിച്ച് നടത്തുന്നവനായി ദൈവത്തെ മനസ്സിലാക്കി തരുന്നു. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നാണല്ലോ വായിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 4:21 യേശു ശമരിയക്കാരിയോട് പറയുന്നത് ഇപ്രകാരമാണ്: സ്ത്രീയെ, ദൈവത്തെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല, യെരൂശലേമിലുമല്ല. 23 വാക്യത്തിൽ സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലുമാണ് നമസ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞു. കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ മുതലാണ് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൻ്റെ ആരംഭം. ശേഷം ജനത്തെ അവരുടെ താല്പര്യപ്രകാരം വിട്ടിട്ടാണ് അബ്രാമിനെ ദൈവം തനിക്കായി തിരഞ്ഞെടുത്തത്. വിളിക്കുന്ന സമയത്ത് പേര് അബ്രാം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഉൽപ്പത്തി 12:1 മുതൽ വായിക്കുന്നത് ദൈവം അബ്രാമിനോട് അരുളിച്ചെയ്തത് എന്തെന്നാൽ, നീ നിൻ്റെ ദേശത്തെയും ചർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. അബ്രഹാമിന് ലഭിച്ച അനുഗ്രഹം യഹൂദന്മാർക്ക് മാത്രമല്ല, ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് ലഭിക്കേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെയെന്ന് ഗലാത്യലേഖനം 3:14 വായിക്കുന്നുണ്ട്. അബ്രഹാമിൻ്റെ പേര് അക്ഷരാർത്ഥത്തിൽ വലുതാക്കിയതായി ഉൽപ്പത്തി പുസ്തകം 17:4 മുതൽ വായിക്കുന്നു. ദൈവം അബ്രഹാമിനോട് പറയുന്ന വാക്കുകളാണ് നാം വായിക്കുന്നത്. എനിക്ക് നിന്നോടൊരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. ഇനി നിന്നെ അബ്രാം എന്നല്ല വിളിക്കേണ്ടത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കാൽ നിൻ്റെ പേര് അബ്രഹാം എന്നിരിക്കണം. ഈ പേര് വ്യത്യസ്ത ക്രൈസ്തവരുടെ ഇടയിൽ സ്ഥാനമുള്ള പേര് തന്നെയാണ്. യഹൂദന്മാരുടെ ഇടയിലും അറിയപ്പെടുന്ന പേരാണ്. ഇസ്ലാം മതക്കാർക്കും ഇഷ്ടമുള്ള പേരാണ് അബ്രഹാം. ഇങ്ങനെ വ്യത്യസ്ത സമുദായങ്ങൾ ആദരിച്ച് ആയിരക്കണക്കിന് വ്യക്തികൾക്ക് തിലകമായി ചാർത്തിയിരിക്കുന്ന പേരാണ് അബ്രഹാം എന്നത്. അങ്ങനെ അബ്രഹാം എന്ന പേര് ബഹുജാതികൾക്ക് പിതാവായി വാഴുന്നു. അബ്രഹാമിൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ട ലോത്തിൻ്റെ പേര് നായ്ക്കൾക്ക് പോലും വിളിക്കുവാൻ ആരും ഇഷ്ടപ്പെടാത്ത പേരായി മാറി. കാരണം അവിശ്വാസവും ആഡംബരവും തലയ്ക്ക് പിടിച്ച് യാത്ര ചെയ്തത് തന്നെ. അബ്രഹാമിൻ്റെ സന്തതിയിൽ നിന്ന് ഒരു പ്രത്യേക ജനത്തെ ദൈവം തനിക്കായി വേർതിരിച്ചു. അവരെയാണ് ഇസ്രായേൽ മക്കൾ എന്ന് അറിയപ്പെടുന്നത്. പ്രത്യേകമായ വാഗ്ദത്തങ്ങൾ നൽകി ദൈവത്തിൻ്റെ സ്വന്തം ജനമായി ഇന്നും സംരക്ഷിക്കുന്നു. ഇങ്ങനെയുള്ള യഹൂദന്മാരിൽ നിന്നും സമൂഹത്തിലുള്ള യവനന്മാരിൽ നിന്നും വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടത്തെയാണ് ദൈവസഭയെന്ന് അറിയപ്പെടുന്നത്. അവർ ധാർമ്മികമായും ആത്മീയമായും മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവർ തന്നെയാണ്. അതേക്കുറിച്ച് കൊലോസ്യ ലേഖനം 3:10-11 വാക്യങ്ങളിൽ പറയുന്നത് പ്രകാരമാണ്: തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിച്ചിരിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നവരാണ് അവർ എന്നത്രേ. അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല. ക്രിസ്തു അത്രേ എല്ലാവരും എല്ലാം ആകുന്നു. ഇവർക്കുള്ള പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് ക്രിസ്തു ഫോട്ടോയിലും പള്ളിയിലും മലമുകളിലും ഇരിക്കുമ്പോൾ, ഒരു ബൈബിൾ വിശ്വാസിക്ക് ക്രിസ്തു ഉള്ളത്തിൽ ഉള്ളവരായി ജീവിക്കുവാൻ കഴിയുന്നു. ക്രൈസ്റ്റ് ഇൻ ആണ് ക്രിസ്ത്യൻ.
ക്രിസ്തു ഉള്ളത്തിൽ ഉള്ളവനാണ് ക്രിസ്ത്യാനി. മേൽപ്പറഞ്ഞ മാർമിക സത്യം അക്കമിട്ട് പറഞ്ഞാൽ, ഒന്ന്, സഭ എന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ഓരോ സത്യവിശ്വാസിയിലും ആ ശരീരത്തിൻ്റെ അവയവമാണ്. രണ്ട്, ശരീരത്തിന് ജീവനും അതിന് നിലനിൽപ്പിന് ആവശ്യമായത് ഒക്കെയും നൽകി നടത്തുന്ന ശിരസ്സ് യേശു കർത്താവ് തന്നെ. മൂന്ന്, യഹൂദന്മാർക്കും യവനന്മാർക്കും ഒരുപോലെ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ സഭയുടെ അംഗങ്ങളായി തീരാൻ കഴിയുന്നു. വിശ്വസിക്കുന്ന യഹൂദനും യവനനും ഒരേ പുതുമനുഷ്യനായി രൂപാന്തരപ്പെടുന്നുവെന്ന് എഫെസ്യ ലേഖനം 2:15, 3:6 വാക്യങ്ങളിൽ കാണുന്നു. വേർപാടിൻ്റെ നിലച്ചുവർ ഇടിച്ചു കളഞ്ഞത് ഇരുപക്ഷത്തെയും ക്രിസ്തുവിൽ ഒരേ പുതുമനുഷ്യനായി സൃഷ്ടിപ്പാനും തന്നെയെന്ന് വായിക്കുന്നു. യഹൂദരല്ലാത്ത കൊലോസ്യരോട് അപ്പോസ്തലൻ വ്യക്തമായി പറയുന്ന കാര്യം എന്തെന്നാൽ, വിശ്വസിക്കുന്ന യഹൂദൻ്റെ ഹൃദയത്തിൽ എന്ന പോലെ പുറജാതിക്കാരൻ്റെ ഹൃദയത്തിലും ക്രിസ്തു വസിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നതാണ്. ആര് ഹൃദയവാതിൽ തുറന്ന് യേശുവിന് പ്രവേശനാനുമതി നൽകുമോ, ആ ജീവിതത്തെ മാറ്റിമറിച്ച് പുതിയ സൃഷ്ടിയാക്കുവാൻ യേശുവിന് കഴിയും. ആര് ജീവിതത്തെ സമർപ്പിക്കും, ആ ജീവിതത്തെ ഏറ്റെടുക്കുവാൻ യേശുവിന് മനസ്സുണ്ട്. ആ വ്യക്തിയിൽ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു വസിക്കും. ഈ മാർമിക വിഷയം ആശ്ചര്യം തന്നെ. കൊലോസ്യരെ പോലെ ജാതികളായവരും സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടാളികളായവരും ഏക ശരീരസ്ഥനും വാഗ്ദത്തത്തിൽ പങ്കാളികളും എന്നുള്ളത് അതിശയമാർന്ന വിഷയം തന്നെ. വിശ്വാസികൾക്കുള്ള പ്രത്യാശ എന്നുള്ളത് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു അവരിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളത്തിലുള്ള ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഒരളവിൽ നമ്മെ ഇപ്പോൾ തന്നെ സ്വർഗത്തിൻ്റെ പങ്കാളികളാക്കുന്നു. കൊലോസ്യ ലേഖനം 3:1 മുതൽ വായിക്കുന്നത്, നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റുവർ ആകയാൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. ഇതുവരെ നാം ചിന്തിച്ചു വന്നത് നമ്മിൽ നിന്ന് വളരെ അകന്നിരിക്കുന്ന ദൈവത്തെക്കുറിച്ചല്ല, മറിച്ച് നമ്മിൽ വസിച്ച് നമ്മെ സഹായിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. നമ്മെ കരുതുവാൻ, കാക്കുവാൻ, പാലിപ്പാൻ യേശു എന്നും മതിയായവൻ എന്ന് ഉറച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് യോഗമായ ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ നമ്മെ കർത്താവ് സഹായിക്കട്ടെ എന്ന് ആശംസിച്ച് വാക്കുകൾക്ക് പൂർണ്ണവിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.